കേരളത്തിലെ 112ാമത്തെ പ്രൊജക്റ്റായ അസറ്റ് ദ ലീഫ് എന്ന പ്രൊജക്റ്റിന്റെ വലിയ ചടങ്ങുകളെ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അസറ്റ് ദ ലീഫ് എന്ന് പറയുമ്പോൾ ഈ പേരിൽ പോലും ഒരു വൈവിധ്യമുണ്ട്. ശരിക്കും ഗ്രാമീണ പശ്ചാത്തലത്തിൽ നഗരത്തിലൊരു വീട്, അതാണ് ഈ പ്രൊജക്റ്റോട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രൊജക്റ്റിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ കൺസെപ്റ്റ്. ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, ചുറ്റും മരങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു ചുറ്റുപാടോടുകൂടി ഒരു വീട് സ്വന്തമാക്കാനായിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് അസറ്റ് ഹൗസും മുത്തൂറ്റ് ഗ്രൂപ്പും ചേർന്ന് ഇവിടെ ഒരുക്കുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ തന്നെ വലിയൊരു കിണറുണ്ട്. വളരെ നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന നല്ലൊരു കിണർ. ഇതിനെ നിലനിർത്താൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാം ഈ പറയുന്ന കിണർ നല്ല വെള്ളമാണ്. ഇവിടെ പരിസരത്തുള്ളവരൊക്കെ പറഞ്ഞു ഇവിടെ എപ്പോഴും വെള്ളത്തിന് യാതൊരു ദുർലഭ്യമില്ല, അത് നല്ലൊരു കിണറാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുകയാണ്. ബേസ്മെന്റും ഗ്രൗണ്ടും 21 നിലകളുമായിട്ട് 130 സെന്റ് സ്ഥലത്താണ് ഈ പ്രോജക്റ്റ് ഇവിടെ വരുന്നത്. ഇതിനകത്ത് 2 ബെഡ്റൂമും 3 ബെഡ്റൂമും കമ്പൈൻഡ് ഓപ്ഷൻസ് അപ്പാർട്ട്മെന്റുകളെല്ലാം തന്നെയുണ്ട്. നോർമലി ഞങ്ങൾ ചെയ്യാറുള്ള ലക്ഷറി പ്രോജക്റ്റിന്റെ സ്വിമ്മിംഗ് പൂളും വെറ്റ് ക്ലബും റിക്രിയേഷനും ഉൾപ്പെടെ എല്ലാ അമ്യൂണിറ്റീസും കൂടാതെ ഇതിന്റെ ഗ്രീൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പച്ചയായ ജീവിതം നിലനിർത്താനായിട്ടുള്ള നേരത്തെ പറഞ്ഞ കണക്കുള്ള ഒരു കേരള തനിമ അല്ലെങ്കിൽ ഒരു നാട്ടുമ്പുറത്തിന്റെ തനിമ നിലനിർത്താനുള്ള കുറേയേറെ കാര്യങ്ങളും ഇതിൽ ചേർക്കുന്നുണ്ട്. വിശദമായിട്ട് ഈ പ്രോജക്റ്റിനെ കുറിച്ചും ഇതിന്റെ കാഴ്ചപ്പാടും അല്ലെങ്കിൽ ഇതിന്റെ ബുക്കിംഗ് രീതികളെ കുറിച്ചൊക്കെ അസറ്റ് ഹൗസിന്റെ MD നിങ്ങളോട് സംസാരിക്കുന്നതാണ്. പിന്നെ ഞങ്ങളുടെ പല പ്രോജക്റ്റുകളും വളരെ ഭംഗിയായി പൂർത്തിയാക്കിയ ഓറ ആർക്കിടെക്ട്സ് എൻ്റെ വീണ ദത്തനാണ് ഈ പ്രോജക്റ്റിന്റെ ഈ പ്രിൻസിപ്പൽ ആർക്കിടെക്ട്. ഞാൻ കൂടുതൽ പ്രോജക്റ്റിനോട് ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികളെയും മറ്റു പ്രമുഖ വ്യക്തികളെയും എല്ലാം സ്വാഗതം ചെയ്യുവാനായിട്ട് അസറ്റ് ഹൗസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ടോണി ജോണിനെ ക്ഷണിച്ചുകൊള്ളു. ഗ്രേറ്റ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. എപ്പോഴും കസ്റ്റമേഴ്സിന് പുതുമയും പണത്തിനടുത്ത മൂല്യവും സാധാരണ കാണുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രോഡക്റ്റ് അവതരിപ്പിക്കാനാണ് അസറ്റ് ഹൗസ് എപ്പോഴും ശ്രമിക്കുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് 112ാമത്തെ പ്രോജക്റ്റായ അസറ്റ് ദ ലീഫ് ഇവിടെ വരുന്നത്. So I am really proud and happy to stand before you to deliver the welcome address. ആദ്യമായിട്ട് ഈ ചടങ്ങിന്റെ മുഖ്യാതിഥി ഇവിടുത്തെ വാർഡ് കൗൺസിലർ ശ്രീ ബിനുവിനെ സ്വാഗതം ചെയ്യും. We have with us the chairman of Muthoot Group, Sri George Muthoot. We welcome you, sir. Asset House's founder and managing director, Sri Sunil Kumar. We welcome you, sir. ഈ പ്രോജക്റ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ദ ലീഫിൽ കസ്റ്റമേഴ്സായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും. ഈ പ്രോജക്റ്റിന്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് മിസ് വീണ ഇവിടെ ഉണ്ട്. മാഡം വെൽക്കം. ഫാദർ ജെറാൾഡ്, വികാർ ഓഫ് ലൂർദ് മാതാ ചർച്ച് ഉണ്ട്. ഈ പ്രോജക്റ്റിന്റെ അപ്രൂവൽസ് ഒരുമാതിരി എല്ലാ ബാങ്കുകളും നമുക്ക് തന്നിട്ടുണ്ട്. ഈ ബാങ്കുകളിൽ നിന്നൊക്കെയുള്ള ഒഫീഷ്യൽസ് വന്നിട്ടുണ്ട്. എല്ലാ ബാങ്ക് ഒഫീഷ്യൽസെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ചാനൽ പാർട്ട്നേഴ്സ് എത്ര പേര് വന്നിട്ടുണ്ട്. എല്ലാ ചാനൽ പാർട്ട്നേഴ്സിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസറ്റിന്റെ വെൽവിഷേഴ്സ് ആയിട്ട് ഒത്തിരി പേരുണ്ട് ഇവിടെ. ഞാൻ പേരെടുത്ത് പറയുന്നത് മാത്യൂസ്, പിന്നെ ഇവിടുത്തെ കഴക്കൂട്ടം മണ്ഡലം പ്രസിഡന്റ് സജി, ഇവിടുത്തെ നെയ്ബേഴ്സ്, ട്രേഡ് യൂണിയൻ നേതാക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അസറ്റ് ഹൗസിലെ എൻ്റെ എല്ലാ കൊളീഗ്സിനെയും ഞാൻ ആദരവുമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു ടോണി. ഈ പ്രോജക്റ്റിനെ കുറിച്ചും അസറ്റ് ഹൗസിന്റെ പദ്ധതികളെ കുറിച്ചും ഒക്കെ സംസാരിക്കുവാനായിട്ട് അസറ്റ് ഹൗസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ വി സുനിൽകുമാറിനെ ക്ഷണിച്ചുകൊള്ളു. എത്രയും ബഹുമാനപ്പെട്ട ഈ പ്രോജക്റ്റ് ലൊക്കേഷനിലെ കൗൺസിലർ ക്ഷണിക്കുന്നു.
ഈ പ്രോജക്റ്റ് ഒരു യാഥാർത്ഥ്യമാക്കാനായിട്ട് കാരണക്കാരനായ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ശ്രീ ജേക്കബ് ജോബ് മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ, ഈ പ്രോജക്റ്റിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ശ്രീമതി വീണ, അസറ്റ് ഹോംസിൻ്റെ അഭ്യുദയ അംശകൾ, പ്രസക്തരായിരിക്കുന്ന ഫാദർ ജെറാൾ, മറ്റ് രാഷ്ട്രീയ തൊഴിൽ സംഘടനകളുടെ പ്രതിനിധികളായിട്ടുള്ള സുഹൃത്തുക്കൾ, ഈ പ്രോജക്റ്റ് അപ്രൂവൽ തന്നിരിക്കുന്ന എല്ലാ ബാങ്കുകളെയും പ്രതിനിധീകരിച്ചിരിക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ, അസറ്റ് ഹോംസിൻ്റെ തിരുവനന്തപുരം ബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ സജി, ശ്രീമതി ഇന്ദു, ശ്രീമതി മാലിനി, ശ്രീ ദീപക്, ശ്രീ രാജേഷ് തുടങ്ങി ശ്രീ ഷൈൻ തുടങ്ങി അസറ്റ് ഹോംസിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. അസറ്റ് ഹോംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു ദിവസമാണെന്ന്. കാരണം 113 പ്രോജക്റ്റുകളാണ് അസറ്റ് ഹോംസ് ഇതുവരെ അനൗൺസ് ചെയ്തിരുന്നത്. അതിൽ 112ാമത്തെ പ്രോജക്റ്റിൻ്റെ ശിലാസ്ഥാപന കർമ്മം നടക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ 17 വർഷങ്ങളിലായിട്ട് 77 പ്രോജക്റ്റുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറാൻ സാധിച്ചിട്ടുള്ള സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ 36 പ്രോജക്റ്റുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് സമൂഹത്തോടും കസ്റ്റമേഴ്സിനോടും പ്രകൃതിയോടുമുള്ള ഉത്തരവാദിത്വം പരിപൂർണമായിട്ട് പാലിക്കുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇന്ന് അസറ്റ് ദ ലീഫ് എന്ന ഈ പ്രോജക്റ്റ് പൂർത്തീകരിച്ചുള്ളത്, നിർമ്മാണം ആരംഭിക്കുമ്പോൾ. ഈ പ്രോജക്റ്റ് ദ ലീഫ് എന്ന പേരിട്ടപ്പോൾ ഒരു ബിൽഡർ ഒരു ലീഫ് എന്ന ഒരു പ്രോജക്റ്റ് പേരിടുകയും ഒരു ധനകാര്യ സ്ഥാപനവുമായിട്ട് ചേർന്ന് ജോയിൻറ്റ് വെഞ്ചർ നടത്തുകയും ചെയ്തപ്പോൾ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത്, നിങ്ങൾ ചെക്ക് ലീഫാണോ ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ലീഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പ്രാവർത്തികമായി കാണിക്കാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്തമാണ് അസറ്റ് ഹോംസ് മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ പ്രകൃതിയോടുണ്ടെങ്കിൽ ജീവിക്കണം, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് പെരുമാറണം എന്നെല്ലാം പറയുന്നൊരു കാലഘട്ടത്തിൽ പലപ്പോഴും ആ പറച്ചിലുകൾക്കപ്പുറത്ത് നമ്മളൊരു സർട്ടിഫിക്കേഷന് പുറകെ പോകുന്നൊരു സിറ്റുവേഷനാണ് നിലനിൽക്കുന്നത്. ഒരു ലീഡ് സർട്ടിഫിക്കേഷൻ മേടിക്കുക, ലീഡ് ഗോൾഡ് റേറ്റഡാണ്, ലീഡ് പ്ലാറ്റിനം റേറ്റഡ് ആണെന്നെല്ലാം ബോർഡ് വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഫ്ലെക്സ് ബോർഡ് തന്നെ പ്രോജക്റ്റ് പുറത്ത് വയ്ക്കുക, പ്ലാസ്റ്റിക് പരമാവധി ഉപയോഗിക്കുക, ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ലീഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്ന് പറയുന്നതിൽ ആ ഒരു ദുരൂഹത മാറ്റണം. മറിച്ച് പ്രകൃതിയോടുണ്ടെങ്കിൽ ജീവിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് പ്രകൃതിയോടുണ്ടെങ്കിൽ ജീവിക്കാൻ തന്നെയാണ്, അല്ലാതെ അതൊരു പരസ്യവാചകമല്ല എന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം യാതൊരു സർട്ടിഫിക്കേഷനുകളുടെയും പിൻബലമില്ലാതെ എങ്ങനെ പ്രകൃതിയോടുണ്ടെങ്കിൽ ജീവിക്കാനായിട്ടൊരു കൾച്ചർ, എങ്ങനെ അതിനൊരു സാഹചര്യം കസ്റ്റമേഴ്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അസറ്റ് ഹോംസ് പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോജക്റ്റിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുന്നതെന്ന് പറയുമ്പോഴും ഫ്ലാറ്റ് ബുക്ക് ചെയ്യാൻ വരുന്ന എല്ലാ ആളുകളും ഈ കോമ്പൗണ്ടിൽ, ഈ പറമ്പിൽ ഒരു മരം നട്ടുകൊണ്ട് വേണം ഫ്ലാറ്റ് ബുക്ക് ചെയ്യാനെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അസറ്റ് ഹൗസിൻ്റെ മറ്റ് പ്രോജക്റ്റുകളിലേതുപോലെ തന്നെ 122 ഫ്ലാറ്റുകളുള്ള ഈ പ്രോജക്റ്റിൽ വളരെ സന്തോഷകരമായിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞാൽ ഏകദേശം 24ഓളം യൂണിറ്റുകൾ ഈ സമയത്ത് തന്നെ ഞങ്ങൾക്ക് വിറ്റ് തീർക്കാൻ സാധിച്ചെന്നുള്ളതാണ്. ആ 24 ഫ്ലാറ്റുകളെയും പ്രതിനിധീകരിച്ചുള്ള കസ്റ്റമേഴ്സിനുള്ള മരങ്ങളും നമ്മളിവിടെ തയ്യാറാക്കിയത്. ആ മരങ്ങൾ ആ കസ്റ്റമേഴ്സ് തന്നെ നട്ടുകൊണ്ടാണ് ഇനി പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ലീഫ് എന്ന വാക്ക് നമ്മൾ പറയുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ലീഫിലാണ്. കാരണം ലീഫ് പുറത്തേക്ക് ഇവിടുന്ന് ഓക്സിജൻ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അപ്പം മനുഷ്യജീവിതവും ലീഫുമായിട്ടുള്ള വലിയൊരു അടിസ്ഥാന ബന്ധം അതുകൂടി ഉദ്ഘോഷിക്കുക എന്നത് ഈ പ്രോജക്റ്റിൻ്റെ ഇവിടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. വളരെ സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞങ്ങളെല്ലാം പഠിക്കുമ്പോൾ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൽ നമ്മളെ ഐറ്റംസ് ഓഫ് വർക്ക്സ് ടു ബി എക്സിക്യൂട്ടഡ് അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് കട്ടിങ് ദ ട്രീസ് ആൻഡ് ലെവലിംഗ് ദ ഗ്രൗണ്ട് ആയിരുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുമ്പോൾ എസ്റ്റിമേഷൻ ഉണ്ടാക്കുമ്പോൾ ആ എസ്റ്റിമേഷൻ ചാർട്ടിന് ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് കട്ടിങ് ദ ട്രീസ് ആൻഡ് ലെവലിംഗ്, അതായത് മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി ഭൂമിയെല്ലാം ഇടിച്ചു നിരത്തി വേണം ഒരു നിർമ്മാണം ആരംഭിക്കാൻ എന്നാണ് നമ്മുടെ കരിക്കുലം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്ലാന്റിങ് ദ ട്രീസ് ആൻഡ് കീപ്പിംഗ് ദ ലെവൽ ഗ്രൗണ്ട് ഇൻ ദ സെയിം ലെവൽ എന്നുള്ള
പുതിയ അടിസ്ഥാന പ്രമാണത്തിലേക്ക് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വരെ തിരിച്ചു പോകേണ്ട ആവശ്യകത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഈ ലീഫ് എന്ന പ്രോജക്റ്റ് ഞങ്ങൾ ഇവിടെ ലോഞ്ച് ചെയ്യുന്നത്. ഇതൊരു വലിയ പരീക്ഷണമാണ്. ഈ പരീക്ഷണം വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പിന്തുടരാനായിട്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ പ്രോജക്റ്റുകളുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ തയ്യാറാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപാട് കസ്റ്റമേഴ്സ് അതിനുവേണ്ടി ആവശ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം അത്തരമൊരു ഉത്തരവാദിത്വപൂർണ്ണമായിട്ടുള്ള സംസ്കാരം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും അവരതിനെ പ്രേരിപ്പിക്കാനും അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടായിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ നിർമ്മിതിയിലൂടെ അസറ്റ് ഹോംസ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. ഇന്ന് ഈ ചടങ്ങിൽ ചേർന്ന മുഴുവൻ ആളുകളുടെയും അനുഗ്രഹങ്ങൾ ഈ പ്രോജക്റ്റ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയോട് കൂടിയിട്ടും കൃത്യമായിട്ടുള്ള സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പാലിച്ചുകൊണ്ടും നിയമങ്ങളെല്ലാം തന്നെ അനുശാസിക്കപ്പെടുന്ന നിയമങ്ങളെല്ലാം തന്നെ അനുസരിച്ചുകൊണ്ടും ഒപ്പം തന്നെ സമയബന്ധിതമായിട്ടും ഈ പ്രോജക്റ്റ് പൂർത്തീകരിച്ച് നൽകുക എന്നുള്ള ഉത്തരവാദിത്തം അസറ്റ് ഹോംസിൻ്റെ മാത്രമാണ്. ആ ഉത്തരവാദിത്തം പരിപൂർണമായിട്ടും നിർവഹിക്കാനായിട്ട് ഞാൻ സുസജ്ജവുമാണ് എന്നുകൂടി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എത്തിച്ചേർന്ന മുഴുവൻ ആളുകളുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഈ ചടങ്ങിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും ഈ പ്രോജക്റ്റിൻ്റെ നിർമ്മാണത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നും ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന നെയ്ബേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അസറ്റ് ഹോംസിൻ്റെ മറ്റുള്ള പ്രോജക്റ്റുകൾ പോലെ തന്നെ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അവർക്കില്ലാത്ത രീതിയിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ ഞങ്ങൾ സദാ ജാഗരൂകരായിരിക്കും എന്ന് കൂടി പറയാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. നമസ്കാരം. അടുത്ത കയ്യൽ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇതിനായിട്ട് മുത്തൂറ്റിൻ്റെ ചെയർമാൻ ശ്രീ ജോർജ് ജേക്കബ് മുത്തൂറ്റ്, വാർഡ് കൗൺസിലർ ശ്രീ എൻ ബിനു, ഫാദർ ജെറാഡ്, അസറ്റ് ഹോംസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ലൂസി വെപ്പുമ്മ മുമ്പോട്ട് വരിക. കയ്യൽ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്.
അടുത്തതായിട്ട് ഈ പ്രോജക്റ്റിൻ്റെ ബ്രോഷർ റിലീസ് ചെയ്യുകയാണ്. ബ്രോഷർ റിലീസ് ചെയ്യുന്നതിനായിട്ട് മുത്തൂറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ മിസ്റ്റർ ജോർജ് ജേക്കബ് പുത്തൂരിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പ്രോജക്റ്റിൻ്റെ ബ്രോഷർ ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഈ പ്രോജക്റ്റിൽ തന്നെ അപ്പാർട്ട്മെന്റ് നമ്പർ 16B 16C വാങ്ങിയിട്ടുള്ള ബുക്ക് ചെയ്തിട്ടുള്ള ശ്രീ മിസ്റ്റർ ശ്രീജിത്ത് ആരെ ബുക്ക് ചെയ്തത്? സിബിലാണോ? ആരെ വിളിക്കാൻ സാർ? It is your joint name? Yes. Joint name. Wish you all the best. Thank you. തുറക്കാം. ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ വിളിച്ച് ആ യെസ്. ഇങ്ങനെ വെക്കുക. ഇതൊന്ന് മടക്കിക്കോട്ടെ ഇവിടെ. ഇങ്ങനെ. താങ്ക് യു. ഈ പ്രോജക്റ്റിലെ ആശംസ അറിയിച്ച് സംസാരിക്കുവാനായിട്ട് മുത്തൂറ്റ് ചെയർമാൻ ശ്രീ ജോർജ് ജേക്കബ് പുത്തൂരിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അസറ്റ് ഹോംസിന്റെ മാനേജിംഗ് ഡയറക്ടർ സുനിൽ കുമാർ, ഈ പ്രോജക്റ്റിന്റെ ആർക്കിടെക്ട് വീണ, അസറ്റ് ഹോമിന്റെ സദേൺ ഹെഡ് സജീവ്, CEO ഓഫ് അസറ്റ് ഹോംസ് ടോണി, CBO ഗോകുൽ, മാലിനി, Indu, Deepak, all these people are from Asset Homes. ഈ സ്ഥലത്തിന്റെ ഈ കോർപ്പറേഷന്റെ കൗൺസിലർ ബിനു, ഈ അസറ്റ് ഹോം ബുക്ക് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ്, ഇത് ആദ്യമായിട്ട് ഇതിന്റെ ഒരു ആശംസ നൽകാനായിട്ട് എന്നെ വിളിച്ചത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി ബിക്കോസ് ഐ വാസ് ദി ഫോർമർ ഓണർ ഓഫ് ദിസ് പ്രോപ്പർട്ടി. ഐ തിങ്ക് നൗ ഐ ഹാവ് ബീൻ given this property to Asset Homes. Asset Homesന് തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി ഒരു അസറ്റ് ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. മാത്രമല്ല, ഇത് ബുക്ക് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു അസറ്റ് ആയിരിക്കും, ഈ നാട്ടുകാർക്കും ഇത് ഒരു അസറ്റ് ആയിരിക്കും എന്നാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഞങ്ങൾക്ക് അസറ്റ് ഹോമുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. സുനിൽ കുമാർ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. എന്നെ കാണുന്നതിന് വരെ ഇങ്ങോട്ട് നോക്കിയാൽ മതിയല്ലേ. അദ്ദേഹം വളരെ കാലമായിട്ട് ഞങ്ങളുമായിട്ട് വളരെ സ്നേഹബന്ധത്തിലുള്ള ആളാണ്. അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ആക്ച്വലി ഞാനൊരു ബാങ്കർ കം സിവിൽ എഞ്ചിനീയർ കൂടാണ്. ഞാനിവിടെ വന്നപ്പോഴേ അദ്ദേഹത്തെ നോട്ടീസ് ചെയ്തു. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഷർട്ട് തന്നെ ഒരു ലീഫിന്റെ കളറും ലീഫും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അദ്ദേഹം അത്രയ്ക്ക് കെയർഫുൾ ആയിട്ട് ഓരോ കാര്യവും മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥമുണ്ട്. അദ്ദേഹത്തിന് ഈ പ്രോജക്റ്റ് ഏൽപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിലും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ ആ ഒരു ടീമിന്റെ കയ്യിലും ഇത് വളരെ ഭംഗിയായിട്ട് പറയുന്ന സമയത്ത് തന്നെ, അതായത് ഒരു 1.5 വർഷം കൊണ്ട് തന്നെ അത് തീർത്ത് ഇവർക്ക് കൊടുക്കും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കാം. എന്നാലും ഇത് 123, 24 നിലയുള്ള ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ച് സമയം എടുക്കും. അതിനകത്ത് സാരമില്ല, ഒരു 2.5-3 വർഷം കൊണ്ട് തന്നെ ഇത് തീർത്ത് ഇവിടെ താമസിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവർക്ക് എന്തുകൊണ്ടും ഞങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടായിരിക്കും. ഇവര് എൻ്റെ ഓഫീസിലുള്ളവർ തന്നെ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ദേ ആർ വെരി കോഡിയൽ, ദേ ആർ വെരി ഫ്രണ്ട്ലി,
They are not troubling the builder for anything. I simply given the property to him. All the other things he is managing by himself and his team. So we are also very happy to associate. Already we are associating with him for small things in Ernakulam. So this is the first time we are entrusting a property. Our very very cordial and loving property, which we thought we have purchased this property maybe 15-17 years ago, and we planted some mango tree here. ഈ മാംഗോ ട്രീയിൽ നിന്നും 2 വർഷം ഞങ്ങൾക്ക് നല്ല മാങ്ങ ഒക്കെ കിട്ടിയതാണ്. അപ്പം ഈ മാംഗോ ട്രീ ഇവർ കണ്ടപ്പോൾ അവർ എന്നോട് പ്രോമിസ് ചെയ്തു, ഇതിൽ പലതും ഇവിടെ തന്നെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രകൃതിക്ക് അനുരൂപമായിട്ട് പ്രകൃതിക്ക് ഇണങ്ങിയ വിധത്തിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ പ്രോപ്പർട്ടിയുടെ പേര് തന്നെ ദ ലീഫ് അസറ്റ് ദ ലീഫ്. ദി മുത്തൂറ്റ് ഗ്രൂപ്പ് പോലെ തന്നെ ദി അസറ്റ് ലീഫ് ഇത് ചെയ്യുന്നത് ഒരു നല്ല പേരുമാണ്, നല്ലൊരു ഓമനാണ്, അത് നല്ലൊരു തുടക്കമാണ് എന്നുള്ളതിൽ എനിക്കൊരു ഒരു സന്ദേഹവും ഇല്ല. ഇത് ഈ പ്രോജക്റ്റ് ദൈവം അനുഗ്രഹിച്ച് ഇപ്പം അച്ഛനും കൂടെ ഉണ്ട്. കല്ലിടിയിൽ ചടങ്ങും ഇപ്പോൾ നടന്നു. എല്ലാ അനുഗ്രഹമായിട്ട് മഴ പ്രകൃതിയൊക്കെ നമുക്ക് വളരെ അനുകൂലമായിട്ട് തന്നെ വന്നു. ആർക്കും പ്രയാസമൊന്നും വന്നില്ല. ഈ പ്രോപ്പർട്ടിയിലോട്ട് കയറി വന്നപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഷേപ്പ് തന്നെ അസറ്റ് ഹോംസ് അങ്ങ് മാറ്റിയെടുത്തു. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല ഒരു റാമ്പും ഒക്കെ ഉണ്ടാക്കി ഒരു ടെമ്പററി ആയിട്ടാണെങ്കിൽ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ആരെയും ബുദ്ധിമുട്ടിക്കാതെ കാർ പാർക്കിങ്ങിനുള്ള സംഗതി അവരെപ്പോഴും എല്ലായിടത്തും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ നൽകുകയാണ്. നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ എല്ലാം അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഇതൊരു നല്ല പ്രോജക്റ്റായിട്ട് തന്നെ 2 പേർക്കും ഒരു അന്തസ്സായിട്ടും 2 പേർക്കും ഒരു അസറ്റായിട്ടും മേടിച്ചിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു അസറ്റായിട്ട് തന്നെ തീരാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഈ പ്രോജക്റ്റിന്റെ ഒരു ചെറിയ വാക്ക് ത്രൂ വീഡിയോ റിലീസ് ചെയ്യുകയാണ്. അതിനായിട്ട് ബഹുമാനപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീ ബിനുവിനെ ഒന്ന് ക്ഷണിച്ചു കൊള്ളുന്നു. ബിനു ഒന്ന് മുമ്പോട്ട് വരിക.
ഇവിടെ കൗൺസിലർ ശ്രീ എം ബിനുവിനെ ക്ഷണിച്ചോളൂ. ഏറെ സ്നേഹമുള്ള ഇന്നത്തെ ഈ പരിപാടിയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ സുനിൽ സാർ, അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഔപചാരികമായ ചടങ്ങിൽ വിവിധ മേഖലയിൽ നിന്നും വന്നിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാർ, എല്ലാവർക്കും ഉന്നതമായ നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ തന്നെ പ്രമുഖ കമ്പനികളിൽ ഒന്നായ അച്ഛനും യുവതി യുവാക്കൾക്കും അതുപോലെ തന്നെ മറ്റ് പ്രോജക്റ്റുകളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ വളരെ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. ഏറെ സ്നേഹമുള്ള ഡയറക്ടറിലൂടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രോജക്റ്റ് എത്തരത്തിലാകണം എന്നുള്ളത് വളരെ കാഴ്ചപ്പാടോടു കൂടിയാണ് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. തിരുവനന്തപുരം നഗരസഭയുടെ 100 വാർഡുകളിൽ ഏറ്റവും വലിയ വാർഡായ ഈ ചന്തോള വാർഡിൽ തന്നെ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയതിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവുമില്ല. ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് സമൂഹത്തിനും അതുപോലെ തന്നെ മറ്റുള്ളതിൽ നിൽക്കുന്നവർക്കൊക്കെ തന്നെ വളരെ മാതൃകയായി മാറട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ ഔപചാരികമായി ക്ഷണിക്കുക എല്ലാ സംഘാടക സുഹൃത്തുക്കളുമുള്ള അതിയായ നന്ദി കടപ്പാട് അറിയിച്ചുകൊണ്ടിരുന്നു. എവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ ബിനു. ഈ പ്രോജക്റ്റിൻ്റെ ഒരു മോഡൽ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ആ മോഡൽ അനാവരണം ചെയ്യുന്നതിനായി ഈ പ്രോജക്റ്റിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ശ്രീമതി വീണ ദത്തനെ ക്ഷണിച്ചു കൊടുക്കും. താങ്ക് യു ശ്രീമതി വീണ. ആശംസകൾ അറിയിച്ച് 2 വാക്ക് സംസാരിക്കുവാൻ ഇവിടെ തൊട്ടടുത്ത് ഇതിനോട് ചേർന്നുള്ള ലൂർദ് മാർബ ചർച്ചിന്റെ വികാരി ഫാദർ ജെറാഡിനെ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. ഈ സ്ഥലത്തെ തൊട്ടടുത്ത കത്തോലിക്ക പള്ളിയുടെ വികാരി എന്ന നിലയിൽ ഈ സംരംഭത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് അസറ്റ് ഹോംസ് ഫാമിലിയിലെ എല്ലാവർക്കും അതിലെ നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരു വൈദികനായതിനു ശേഷം ഒരു അപ്പാർട്ട്മെൻറ്റ് ബ്ലസ് ചെയ്യാൻ പോയത് ഏതാണ്ട് 10-12 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത മേനംകുളം എന്ന ആ സ്ഥലത്തിലെ ഒരു അസറ്റ് ഹോംസ് ടൗൺഷിപ്പ് അവിടെ ഉണ്ട്. അതിലെ ഒരു അപ്പാർട്ട്മെൻറ്റ് ബ്ലസ് ചെയ്യുവാനായിട്ട് എന്നെ അതിൻ്റെ ഉടമസ്ഥർ ക്ഷണിച്ചു. അവിടെ പോയപ്പോഴാണ് ഞാൻ അസറ്റ് ഹോംസിനെ കുറിച്ച് അറിയുന്നതും അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ എല്ലാ അമ്യൂണിറ്റീസും വളരെയധികം ഏതാണ്ട് 12 വർഷത്തിന് മുമ്പ് നടന്ന ഒരു സംഭവം വളരെ എൻ്റെ മനസ്സിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുവാൻ സാധിച്ചു എന്നതിൻ്റെ വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. ഇന്ന് ഇവിടെ ഈ ഒരു സംരംഭം നാം ഇവിടെ വിഷ്വൽസിൽ കണ്ടതുപോലെ ഇത്രയും ഭംഗിയായി വളരെ ക്രാഫ്റ്റഡായിട്ട് വളരെ മെറ്റിക്കുലസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന അസറ്റ് ഹോംസിലെ എല്ലാവർക്കും എൻ്റെ നാമത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു, നേരുന്നു. നല്ലത് വരട്ടെ. ഈ ലോകം വളരെ സമ്പന്നമായി ദൈവാനുഗ്രഹത്താൽ നടയട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. ദീപകാണെങ്കിലും താങ്ക് യു ഫാദർ. ഏതൊരു പ്രോജക്റ്റിന്റെയും വിജയം അതിനോടൊപ്പം അല്ലെങ്കിൽ ബിൽഡറോടൊപ്പം കൂടെ പോകുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ശക്തിയാണ്. അതേപോലെ ഞങ്ങളുടെ ഈ പ്രോജക്റ്റിലും പ്രമുഖരായിട്ടുള്ള 8ഓളം ബാങ്കുകൾ പ്രോജക്റ്റ് അപ്രൂവൽ തന്നു കഴിഞ്ഞു.
അവരുടെ ലീഗൽ പരിശോധനകൾ പൂർണ്ണമായി പൂർത്തിയാക്കിയതിനു ശേഷം ഈ പദ്ധതി ഇതിലെ അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങുന്നവർക്ക് പൂർണ്ണമായിട്ടും ലോൺ നേടുന്നതിനായിട്ടുള്ള മുഴുവൻ സഹകരണവും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആ ബാങ്കുകളുടെ സീനിയറായിട്ടുള്ള ആൾക്കാർക്ക് എത്തിയിട്ടുണ്ട്. പ്രൊജക്ട് അപ്രൂവൽ ലെറ്റേഴ്സ് അവരെ ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഞാൻ പേര് വിളിക്കുന്നതനുസരിച്ച് എത്തിച്ചേരുക. ഇപ്പം മാനേജിംഗ് ഡയറക്ടർ ശ്രീ സുകുമാർ സാറിന്റെ സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നത്. മിസ്റ്റർ ജിതിൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജർ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അപ്രൂവൽ ലെറ്റർ ഏറ്റുവാങ്ങുന്നതിനായിട്ട് അസറ്റ് ഹൗസിന്റെ CEO ശ്രീ ടോണി ജോണിനെ ക്ഷണിക്കുന്നു. മിസ്റ്റർ നിസാമുദ്ദീൻ, HDFCയുടെ സൗത്ത് കേരള തമിഴ്നാട് ബിസിനസ് ഹെഡാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. HDFC ബാങ്കിന്റെ അപ്രൂവൽ ഏറ്റുവാങ്ങുന്നതിനായിട്ട് ശ്രീ അസറ്റ് ഹൗസ് ചീഫ് ബിസിനസ് ഓഫീസർ ശ്രീ ഗോകുൽ ക്ഷണിച്ചോളി. Thank you, Nisamuddin and team HDFC. ICC ബാങ്കിന്റെ സീനിയർ റീജിയണൽ ഹെഡ് മിസ്റ്റർ അരുൺ മാത്യു എത്തിയിട്ടുണ്ട്. മിസ്റ്റർ അരുൺ മാത്യുവിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം പ്രോജക്ട് അപ്രൂവൽ ലെറ്റർ ഏറ്റുവാങ്ങുന്നതിനായിട്ട് CEO ശ്രീ ടോണി ജോണിനെ ക്ഷണിക്കുന്നു. Thank you, Arun Matthew and team ICC. Mr. Om Prakash, Bank of Baroda RSPC ബിസിനസ് റീജിയണൽ ഹെഡാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പ്രോജക്റ്റ് അപ്രൂവൽ ലെറ്റർ വാങ്ങാനായിട്ട് ശ്രീ ഗോകുലിനെ ക്ഷണിക്കുന്നു. Thank you, Mr. Om Prakash and team. Mrs. Suja PS, LIC Housing Finance and Cluster Head ആണ്. അപ്രൂവൽ ലെറ്റർ ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഞങ്ങളുടെ പ്രോജക്ട്സിന്റെ സീനിയർ GM ശ്രീ സജിത്തിനെ ക്ഷണിക്കുന്നു. Thank you, Mrs. Sucha. Mr. Abhijit, ഫെഡറൽ ബാങ്കിന്റെ മാനേജർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സാദരം ക്ഷണിക്കുന്നു. അപ്രൂവൽ ലെറ്റർ ഏറ്റുവാങ്ങുന്നതിനായിട്ട് അസറ്റ് ഹൗസിന്റെ GM പ്രോജക്ട് സൗത്ത് മിസ്റ്റർ ദീപകിനെ ക്ഷണിക്കുന്നു. Thank you, Abhijit. Mr. Arun Raj, Regional Sales Manager, South Indian Bank. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പ്രോജക്ട് അപ്രൂവൽ ലെറ്റർ ഏറ്റുവാങ്ങുന്നതിനായിട്ട് സജിത്, സീനിയർ GM പ്രോജക്ട്സ്, പ്ലീസ് കം. Thank you, Arjun Raj. Mr. Jay Mohan,
സൗത്ത് കേരള ഹെഡ് ആക്സിസ് ബാങ്ക് പ്രൊജക്ട് അപ്രൂവൽ ലെറ്റർ ഏറ്റുവാങ്ങുന്നതിനായിട്ട് CBO ഗൂഗിളിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ആൾ. എല്ലാ ബാങ്കുകളുടെയും പ്രൊജക്ട് അപ്രൂവൽ സമയത്ത് ഞങ്ങൾക്ക് ലഭ്യമാക്കിയതിന് എല്ലാ ബാങ്കിലെ ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഏതൊരു ബിസിനസിന്റെയും വിജയം ആ പദ്ധതിയുടെ സെയിൽസ് ആണ്, അല്ലെങ്കിൽ ആ പ്രൊജക്ട് മുൻപോട്ട് പോകുന്നത്, അതിന്റെ നിർമ്മാണവും ബാക്കിയെല്ലാം മുമ്പോട്ട് പോകുന്നത് ആ ഫ്ലാറ്റ് ആൾക്കാർ ബുക്ക് ചെയ്ത് അതിന്റെ തുടർ നടപടികളിലൂടെ പോകുമ്പോഴാണ്. ഈ പ്രോജക്റ്റിലും ഞങ്ങളുടെ ചാനൽ സെയിൽസ് പാർട്ട്നേഴ്സിന്റെ ഭാഗത്ത് നിന്ന് മികച്ച സഹകരണമാണ്. കുറച്ച് നേരത്തെ കേരളത്തിലെമ്പാടുമായിട്ട് ഞങ്ങൾക്ക് നിരവധി ചാനൽ പാർട്ട്നേഴ്സ് ഉണ്ട് അസറ്റ് ഹോംസുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോകുന്ന. ഈ പദ്ധതിയിലും ഞങ്ങളുടെ ചാനൽ പാർട്ട്നേഴ്സ് മികച്ച സേവനം സഹകരണം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത 4 പേരെ ഈ സമയത്ത് മൊമെന്റോയും സർട്ടിഫിക്കറ്റ് നൽകി ആദരിക്കുകയാണ്. മൊമെന്റോയും സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായിട്ട് അസറ്റ് ഹോംസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ വി സുനിൽകുമാറിനെ ക്ഷണിക്കുന്നു. മിസ്റ്റർ ആദിൽ MH. മിസ്റ്റർ ആദിൽ MH. ഈ പ്രോജക്റ്റിൽ സപ്പോർട്ട് ചെയ്ത സെയിൽസ് ടീം മെമ്പേഴ്സ്. On behalf of Adil. Thank you. Mr. Ajay Shankar. അടുത്തതായിട്ട് പ്രോപ്പർട്ടി പിസ്റ്റലിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി പിസ്റ്റലിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്ലീസ് കം. കേരളത്തിലെമ്പാടും മികച്ച ചാനൽ പാർട്ണർ ബിസിനസ് നടത്തി വരുന്നതാണ് പ്രോപ്പർട്ടി പിസ്റ്റൽ. താങ്ക് യു ആൻഡ് ടീം ട്രിവാൻഡ്രം. നെക്സ്റ്റ് മാത്യു സൺസ്. പ്ലീസ് കം. മാത്യു സൺസിൽ എത്തിയിട്ടില്ല. പകരം മിസ്റ്റർ വിമൽ വിൽ കണക്ട് ഓൺ ബിഹാഫ് ഓഫ് മാത്യു സൺസ്. താങ്ക് യു ഓൾ ദ ചാനൽ പാർട്ട്നേഴ്സ്. തുടർന്നും നിങ്ങളുടെ സഹകരണവും സേവനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചടങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രോജക്റ്റിൽ നേരത്തെ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞതുപോലെ മരങ്ങൾ വരുന്ന ഓരോ കസ്റ്റമേഴ്സ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു മരം നട്ടുകൊണ്ട് തുടങ്ങണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചതും അങ്ങനെയാണ് പ്ലാൻ ചെയ്തതൊക്കെ. കുറെ കസ്റ്റമേഴ്സ് നേരത്തെ വന്നു, ബുക്ക് ചെയ്തു. നട്ട മരങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇന്നിപ്പോ 8ഓളം കസ്റ്റമേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് നേരിട്ട് മരം നടാവുന്നതാണ്, അതിനുള്ള സൗകര്യമുണ്ട്. ഏകദേശം 25ഓളം ബുക്കിംഗ്സ്, 24ഓളം ബുക്കിംഗ്സ് ഇതിന് കിട്ടിയിട്ടുണ്ട്. നേരത്തെ നട്ട ആൾക്കാരുടെയും ഇവ നടാനുള്ള ആൾക്കാരുടെയും എല്ലാം മരം അവിടെ ബാക്കിൽ സജ്ജമാണ്. എല്ലാവരും ആ കസ്റ്റമേഴ്സും അതിനോടൊപ്പം ജോർജ് ജേക്കബ് മുത്തൂറ്റ് സാറും ആർക്കിടെക്ട് വീണ, ഫാദർ ജെറാഡ് തുടങ്ങിയ കൗൺസിലർ എല്ലാവരും ഓരോ മരങ്ങളുടെ അടുത്ത് വന്ന് നിന്ന് ഒരു മരം നട്ട് ഈ പദ്ധതി ഒരു വൻ വിജയമാക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇതിന്റെ ഏറ്റവും സ്റ്റേജിന്റെ പിന്നിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. എല്ലാവരും മരത്തിന്റെ അടുത്ത് ഞങ്ങളുടെ സ്റ്റാഫും ടീമും ഉണ്ടാവും. മരം എടുത്ത് വെച്ച് നടുന്നതിനുള്ള സൗകര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുള്ള കസ്റ്റമേഴ്സ് വിഷ്ണു വി, ജനീഷ്, പ്രശാന്ത്, ശ്രീകുമാർ ആർ ആൻഡ് സജീന, അനീഷ് കെ ബാലദേവൻ, ഗൗതം ആർഎസ്, മമത JR, ടോണി PS, ടോണി P തോമസ്, ശ്രീജിത്ത് T, വർഷ MS MC, ലീല ബിഗം ആൻഡ് മിസ്റ്റർ അസ്കർ ഹമീദ്. ഇവരാണ് എത്തിയിട്ടുള്ള കസ്റ്റമേഴ്സ്. ചില കസ്റ്റമേഴ്സൊക്കെ ഉച്ചയ്ക്ക് ശേഷം എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിരാവിലായ ചില സൗകര്യങ്ങളുണ്ട്. ദയവായി എല്ലാവരും സ്റ്റേജിന്റെ പിന്നിലേക്കൊന്ന് വരിക. ഈ കസ്റ്റമേഴ്സ് പേര് ആൾക്കാരുണ്ടെങ്കിൽ ആ മരത്തിന്റെ അടുത്തോട് വന്നാൽ വളരെ സന്തോഷം. ഒപ്പം പേരില്ലാത്ത മറ്റു മരങ്ങളിലെ ഫാദർ ജെറാഡ്,
ചെയർമാൻ ജോർജ് ടീച്ചർ, ആർക്കിടെക്ട് വീണ, കൗൺസിലർ, ഇവർക്കൊക്കെ വളരെ നേടാവുന്ന ഇന്നത്തെ പ്രമുഖ വിശിഷ്ട വ്യക്തികളാണ് നിങ്ങളെല്ലാവരും. മരം നടാവുന്നതാണ്. ഇതിന്റെ പിന്നിൽ മരം ഇരിപ്പുണ്ട്. അതെടുത്ത് വെച്ചതിന് ശേഷം ആ മണ്ണ് നീക്കിയിട്ട് വെള്ളം ഒഴിക്കാവുന്നതാണ്. അതിന് നമ്മുടെ ടീം സഹായിക്കും. നമ്മുടെ ടീം സൈഡിലോട്ട് എല്ലാവർക്കും സഹായിച്ചു കൊടുക്കും. ഇങ്ങോട്ട് ഒരേ സമയം എല്ലാവർക്കും മരം നടാവുന്നതാണ്. പ്ലീസ്. കാരണം സമയം കൂടുതൽ എടുക്കുമെന്നുള്ളത് കൊണ്ടാണ് ഒന്നിച്ചാക്കിയിരിക്കുന്നത്. എല്ലാവരും നട്ടം കഴിഞ്ഞെങ്കിൽ എല്ലാവരും മരത്തിൽ ഒരു തിരിഞ്ഞ് ഒന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാവുന്നത്. വരിക. ഇവിടെ ഈ ചടങ്ങിൽ എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ കൗൺസിലർ ശ്രീ ബിനു, മുത്തൂർ ചെയർമാൻ ശ്രീ ജോർജ് ജേക്കബ്, ഫാദർ ജെറാർഡ്, ആർക്കിടെക്ട് വീണ മെറ്റൻ, പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി അംഗം ശ്രീ പ്രശാന്ത്, മണ്ഡല പ്രസിഡന്റ് സജി, നിരവധി രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ട്രേഡ് ആൾക്കാരും നമ്മുടെ ബാങ്കിലെ ഉദ്യോഗസ്ഥർ, മുഴുവൻ ബാങ്ക് ഉദ്യോഗസ്ഥർക്കും മുഴുവൻ അയൽക്കാർക്കും ബാക്കി ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ള മുഴുവൻ എത്തിയ ആവശ്യങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ്, അവരുടെ ബന്ധുപ്രാതികൾ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ ഒറ്റ വാക്കിൽ അസറ്റ് ഹൗസിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഒരു എളിയ ചായ സൽക്കാരമുണ്ട്, റിഫ്രഷ്മെന്റ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മാത്രമേ പോകാവൂ. താങ്ക് യു ആൾ.